തിരുവനന്തപുരം നെടുമങ്ങാട്ടെ അർഷിദ് എന്ന പിഞ്ചുകുഞ്ഞിൻ്റെ കൊലപാതകം മനസ്സാക്ഷിയുള്ളവരുടെ ഉള്ളു പൊള്ളിക്കുന്നതാണ്. എങ്ങനെയാണ് മനുഷ്യർക്ക് കുഞ്ഞുങ്ങളോട് ഇത്ര ക്രൂരത കാണിക്കാൻ സാധിക്കുന്നത്? കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമത്തിൻ്റെ ആനന്ദം കണ്ടെത്തുന്ന രീതിയിലേക്ക് ആളുകളുടെ മനസ്സെത്തുന്നത് എങ്ങനെയാണ്? ഈ ചോദ്യം പലരുടെയും മനസ്സിലുണ്ടാകും. അർഷിദ് എന്ന 1.5 വയസ്സുകാരനെ കൊന്നില്ലാതാക്കിയത് അമ്മയുടെ അറിവോടെയാണോ? കാമുകൻ അഷ്കറിൻ്റെ ക്രൂരതകൾ അഖില അറിഞ്ഞിരുന്നില്ലെന്ന മൊഴി വിശ്വസനീയമാണോ? ഈ കൊടും കുറ്റവാളികൾക്ക് എന്ത് ശിക്ഷയാണ് നൽകേണ്ടത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. നമ്മുടെ മക്കളൊന്ന് വീണാൽ, കുഞ്ഞുങ്ങളുടെ ശരീരം ചെറുതായൊന്ന് മുറിഞ്ഞാൽ, അവരുടെ കൈയൊന്നൊടിഞ്ഞാൽ അച്ഛനമ്മമാരുടെ ചങ്ക് തകർന്നു പോകില്ലേ? നമുക്കത് സഹിക്കാൻ പറ്റുമോ? തിരുവനന്തപുരം നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരൻ അർഷിദിൻ്റെ മുഖം കാണുമ്പോൾ ഉറക്കം പോലും നഷ്ടപ്പെടുകയാണ്. എന്നാൽ അവൻ്റെ പെറ്റമ്മയുടെയും കൊലയാളിയായ അഷ്കറിൻ്റെയും മനസ്സിൽ യാതൊരു കുറ്റബോധവുമില്ല. കാമുകൻ അഷ്കറിന് അതൊരു ക്രൂര വിനോദമായിരുന്നു. ആ കുഞ്ഞിനെ അവർ എന്തിനാണ് കൊലപ്പെടുത്തിയത്? അതിൽ അമ്മ അഖിലയുടെ അറിവുണ്ട്. പ്രതികളെ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയ പോലീസ് 2 പേരെയും വിശദമായി ചോദ്യം ചെയ്യുകയാണ്. നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരൻ അർഷിദിന്റെ കൊലപാതകത്തിൽ അമ്മ അഖിലയെയും കാമുകൻ അഷ്കറിനെയും 2 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യണമെന്ന പോലീസിന്റെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. കുഞ്ഞിനെ മർദ്ദിച്ച വസ്തുതകൾ കണ്ടെത്തണമെന്നും കൂടുതൽ ചോദ്യം ചെയ്യൽ കേസിൽ അനിവാര്യമാണെന്നും പോലീസ് കോടതിയെ ബോധിപ്പിച്ചു. രണ്ടാനച്ഛൻ അഷ്കർ ഒരു കൊടും ക്രിമിനലാണെന്ന സംശയം ശക്തമാക്കുന്നതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ. കുഞ്ഞിന്റെ ശരീരത്തിലാകെ 91 മുറിവുകളുണ്ടായിരുന്നു. അതിൽ പുറമെ 50-ലധികം മുറിവുകളും 40ഓളം ആന്തരിക പരിക്കുകളും കണ്ടെത്തി. ചോറ് കൊടുക്കുമ്പോൾ കരഞ്ഞതിനാലാണ് കുഞ്ഞിനെ മർദ്ദിച്ചതെന്നാണ് രണ്ടാനച്ഛൻ അഷ്കർ പോലീസിന് നൽകിയ മൊഴി. എന്നാൽ അന്വേഷണ സംഘത്തെ ഞെട്ടിപ്പിക്കുന്നത് മുറിവുകളുടെ വ്യാപ്തിയായിരുന്നു. 1 മാസത്തിനുള്ളിലാണ് ഭൂരിഭാഗം മുറിവുകളും ഉണ്ടായതെന്നാണ് കണ്ടെത്തൽ. കേസിൽ അമ്മ അഖിലയുടെ പങ്കും ഇപ്പോൾ അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട്. കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത് അമ്മയ്ക്ക് അറിയാമായിരുന്നുവെന്നും മൊഴികളിൽ പൊരുത്തക്കേടുണ്ടെന്നും പോലീസ് സംശയിക്കുന്നു. കുഞ്ഞിന്റെ കൈ ഒടിഞ്ഞത് വീഴ്ച മൂലമല്ലെന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ട്. ചോറ് കഴിക്കുന്നതിനിടെ ഛർദ്ദിച്ചുവെന്ന് പറഞ്ഞാണ് അഷ്കർ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചത്. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ അഷ്കർ കുഞ്ഞിനെ മർദ്ദിച്ചിരുന്നുവെന്ന് അഖില സമ്മതിച്ചു. പിന്നീട് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതായി അഷ്കറും കുറ്റം സമ്മതിക്കുകയായിരുന്നു. സംഭവ ദിവസം ചോറ് നൽകുന്നതിനിടെ കുഞ്ഞ് കരഞ്ഞെന്നും കരച്ചിൽ നിർത്താത്തതിനെ തുടർന്ന് തലയിൽ ശക്തമായി അടിച്ചെന്നുമാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. അടിയേറ്റ കുട്ടിയുടെ ബോധം നഷ്ടമായെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. കുഞ്ഞിന്റെ തലയ്ക്ക് പിന്നിൽ ശക്തമായ ക്ഷതമേറ്റതായും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. നമ്മളെ ചതിച്ചവരോടും അപമാനിച്ചവരോടും മനസ്സിൽ പകയും വിദ്വേഷവും തോന്നുന്നത് മനുഷ്യ സഹജമായൊരു വികാരമാണ്. ഇങ്ങനെ വേദനിപ്പിച്ചവരോട് പ്രതികാരം ചെയ്യുന്നവരുണ്ട്. എന്നാൽ അതുകൊണ്ട് എന്ത് നേട്ടമാണ് നമുക്കുണ്ടാവുക? സ്വയം ഒന്ന് ചിന്തിച്ചു. കൊല്ലം അഞ്ചലിൽ പോലീസുകാരൻ്റെ ബൈക്ക് കത്തിച്ച സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിൻ്റെ പകയിലാണ് ശൂരനാട് സ്വദേശിനി ആരതിയും കൂട്ടുകാരിയും ചേർന്ന് പോലീസുകാരൻ്റെ വാഹനം കത്തിച്ചത്. കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതിയെ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. വിവാഹം മുടങ്ങിയതല്ലാതെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ സംഭവത്തിന് പിന്നിലുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുൻപാണ് ആറന്മുള പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ വിവേകിന്റെ അഞ്ചൽ ആർച്ചലിലെ വീട്ടുമുറ്റത്തിരുന്ന ബൈക്ക് അഗ്നിക്കിരയാക്കിയത്. 2 യുവതികൾ ചേർന്നാണ് ബൈക്ക് കത്തിച്ചതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായതോടെ അടുത്ത ദിവസം തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്തു. ശൂരനാട് ഇടപ്പന്ന സ്വദേശി 26 വയസ്സുള്ള ആരതി, സുഹൃത്ത് ഇടുക്കി കൽത്തോട്ടി സ്വദേശി ഗായത്രി മോഹൻ എന്നിവരാണ് പിടിയിലായത്. കസ്റ്റഡിയിലിരിക്കെ ആരതി വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. സുഖം പ്രാപിച്ചതോടെയാണ് ആരതിയെ തെളിവെടുപ്പിനെത്തിച്ചത്. അഞ്ചൽ CI ബിജു, SI ശ്രീജേഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. സംഭവം അറിഞ്ഞ് വൻ ജനാവലിയാണ് പ്രദേശത്ത്
തടിച്ചുകൂടിയത്. പോലീസ് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് അവർ രണ്ടുപേരൂടെ വന്ന് ഈ കൊച്ച് ഇല്ല കടയിൽ ചെന്ന് അവിടെ കിടന്ന് അവിടെ ഉറങ്ങി എന്നാ, മറ്റേത് വന്ന് ഇവിടെ കത്തിച്ചിട്ട് അവിടെ ചെന്ന് പറഞ്ഞപ്പോഴാ ഈ കൊച്ച് എഴുതിച്ചതും രണ്ടുപേരും കൂടെ വണ്ടിയൊക്കെ വരുന്ന കണ്ടുകൊണ്ട് ഓടിയതും വായനശാലയുടെ പുറകെ ചെന്ന് ഇരുന്നെന്നും എല്ലാം പറഞ്ഞു. ബൈക്ക് കത്തിച്ച സംഭവത്തിൽ പോലീസ് നൽകുന്ന വിശദീകരണം ഇങ്ങനെ: കേസിലെ പ്രധാന പ്രതിയായ ആരതിയും വിവേകം തമ്മിലുള്ള അടുപ്പം വിവാഹ നിശ്ചയം വരെ എത്തുകയും പിന്നീട് അത് തെറ്റിപ്പിരിയുകയും ചെയ്തിരുന്നു. വിവേകാണ് ബന്ധത്തിൽ നിന്നും പിന്മാറിയത്. ഇതിൽ ആരതി കടുത്ത മനോവിഷമത്തിലാവുകയും പ്രതികാരം ചെയ്യാനായി ഇറങ്ങിത്തിരിക്കുകയുമായിരുന്നു. ആരതിയെ സഹായിക്കാനാണ് ഉറ്റ സുഹൃത്തായ ഗായത്രിയും ഒപ്പമെത്തിയത്. സംഭവ ദിവസം വൈകിട്ട് വിവേകിന്റെ വീടിന് സമീപം എത്തിയ യുവതികൾ അവിടെയുള്ള ഒരു ലൈബ്രറിക്ക് സമീപം സമയം ചെലവഴിച്ച ശേഷം രാത്രി വീട്ടിലെത്തി ബൈക്കിന് തീ കൊളുത്തുകയായിരുന്നു എന്ന് പോലീസ് പറയുന്നു. തീയിട്ട ശേഷം യുവതികൾ കടന്നുകളഞ്ഞിരുന്നു. ആരാണ് കൃത്യം നടത്തിയതെന്ന് ആദ്യം പോലീസിന് മനസ്സിലായിരുന്നില്ല. സമീപ പ്രദേശത്തെ CCTVകളിൽ നിന്ന് 2 സ്ത്രീകൾ നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ലഭിച്ചതാണ് വഴിത്തിരിവായത്. എന്നാൽ ഇതാരാണെന്ന് തിരിച്ചറിയാനാകുമായിരുന്നില്ല. ഇവർ ഒരു ഓട്ടോറിക്ഷയിലാണ് സ്ഥലത്തെത്തിയതെന്നും ഗൂഗിൾ പേ വഴിയാണ് പണം നൽകിയതെന്നും വ്യക്തമായതോടെ പോലീസ് പ്രതികളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വിവാഹം മുടങ്ങിയതല്ലാതെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ സംഭവത്തിന് പിന്നിലുണ്ടോ എന്നും പോലീസ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. ന്യൂസ് 18 പുനലൂർ. പൊതുസ്ഥലത്ത് പരസ്യമായി മയക്കുമരുന്ന് കുത്തിവെക്കുന്ന യുവാക്കൾ, പെൺവാണിഭ ഇടപാടുകൾ, മദ്യപിച്ച് ലക്കുകെട്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നവർ. പെരുമ്പാവൂർ നഗരത്തിലെത്തിയാൽ ഇതുപോലെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന ഇതര സംസ്ഥാനക്കാരെ കാണാം. പെരുമ്പാവൂരിൽ ഇങ്ങനെ പരസ്യമായി ലഹരി ഉപയോഗിക്കുന്ന യുവാക്കളുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. ഈ ദൃശ്യം ശ്രദ്ധയിൽപ്പെട്ട നടൻ ഉണ്ണി മുകുന്ദൻ പോലീസിൽ പരാതി നൽകി. ഉടൻ തന്നെ പോലീസിൻ്റെ ഇടപെടലും. കേരള പോലീസിന് നന്ദി എന്ന് പറഞ്ഞ് ഉണ്ണി മുകുന്ദൻ തന്നെയാണ് യുവാക്കളെ അറസ്റ്റ് ചെയ്ത വിവരം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത്. പെരുമ്പാവൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ പരസ്യമായി ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഉണ്ണി മുകുന്ദൻ അത് പോലീസിന് അയച്ചു കൊടുത്തത്. യുവാക്കൾ പരസ്യമായി കയ്യിൽ മയക്കുമരുന്ന് കുത്തിവെക്കുന്നതും സിറിഞ്ചുമായി നടക്കുന്നതുമെല്ലാം ദൃശ്യങ്ങളിൽ കാണാം. ഇക്കാര്യം പോലീസിനെ അറിയിച്ച ഉടൻ തന്നെ ഉണ്ണി മുകുന്ദന് നോട്ടഡ് എന്ന മറുപടിയും കിട്ടി. വൈകിട്ടോടെ ലഹരി ഉപയോഗിച്ചവരെ പോലീസ് അറസ്റ്റും ചെയ്തു. ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ ഉണ്ണി മുകുന്ദൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചിട്ടുണ്ട്. കേരള പോലീസിന് നന്ദി എന്ന് പറഞ്ഞാണ് ഉണ്ണി മുകുന്ദൻ യുവാക്കളെ അറസ്റ്റ് ചെയ്ത വിവരം പങ്കുവച്ചത്. സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചതോടെ നടന് അഭിനന്ദന പ്രവാഹമാണ്. കലാകാരന്മാർക്ക് സാമൂഹിക പ്രതിബദ്ധത ഉണ്ടാകേണ്ടത് പ്രധാനമാണെന്നും ഉണ്ണി മുകുന്ദന്റെ ഇടപെടൽ മാതൃകയാണെന്നും പ്രശംസിക്കുന്നവരുണ്ട്. പെരുമ്പാവൂരിൽ വർദ്ധിക്കുന്ന ലഹരി ഉപയോഗവും മയക്കുമരുന്ന് കടത്തും വലിയ സാമൂഹ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് പരസ്യമായാണ് ലഹരി വിൽപ്പനയും ഉപയോഗവും. ഇതിനെതിരെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 പെരുമ്പാവൂർ. ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ ശ്രദ്ധയ്ക്ക് യാത്രക്കിടെ പണവും ഫോണും ഉൾപ്പെടെ മോഷ്ടിക്കുന്ന സംഘങ്ങൾ നാട്ടിൽ സജീവമാണ്. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ ഇത്തരം മോഷണങ്ങൾ ഇപ്പോൾ പതിവായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം യാത്രക്കാരിയുടെ ശ്രദ്ധ തിരിച്ച് പേഴ്സും ATM കാർഡും കവരുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. യാത്രക്കാരി പരാതി നൽകിയതിന് പിന്നാലെ മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെയും ആൺ സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ബസ്സുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന സംഘങ്ങളാണ് പിടിയിലായതെന്നാണ് സൂചന. വ്യാഴാഴ്ച വൈകുന്നേരം 4:30 കാലടി പെരുമ്പാവൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന മീനു ബസ്സിൽ വെച്ചാണ് മോഷണം നടന്നത്. ഒരു സ്ത്രീ തന്ത്രപരമായി ചുരിദാറിന്റെ ഷാൾ കൈത്തണ്ടയിൽ വെച്ച് മറച്ച് യാത്രക്കാരുടെ ബാഗിൽ നിന്ന് പേഴ്സ് തട്ടിയെടുക്കുകയായിരുന്നു. ഈ പേഴ്സിന്റെ ഉള്ളിലുണ്ടായിരുന്ന പണവും ATM കാർഡും അവർ കവർന്നു. ബസ്സിലെ യാത്രക്കാരുടെ ബാഗിൽ നിന്ന് പേഴ്സ് മോഷ്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പണം നഷ്ടപ്പെട്ട സ്ത്രീ പെരുമ്പാവൂർ പോലീസിൽ പരാതി നൽകിയതിന് പിന്നാലെ പോലീസ് നിമിഷങ്ങൾക്കുള്ളിൽ പ്രതിയെ പിടികൂടി. കർണാടക സ്വദേശിനി രാധ, ഇവരുടെ ആൺ സുഹൃത്ത് രതീഷ് എന്നിവരെയാണ് പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവിധ ഇടങ്ങളിലെ CCTVകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ കാക്കനാടുള്ള ഇവരുടെ വാടകമുറിയിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. രാധയുടെ ആൺ സുഹൃത്തും മോഷണ സംഘത്തിൽപ്പെട്ടയാളെന്നാണ് വിവരം.
എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇവർ വാടക മുറികൾ എടുത്ത് താമസിച്ച് മോഷണം നടത്തി വരികയായിരുന്നു. പ്രതികൾ സമാനമായ മറ്റ് മോഷണങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ പിടികൂടാനായതിന്റെ ആശ്വാസത്തിലാണ് പെരുമ്പാവൂർ പോലീസ്. തിരക്കേറിയ ബസ്സുകളിൽ ഇത്തരത്തിലുള്ള മോഷണങ്ങൾ പതിവാകുന്നുണ്ടെന്ന് ബസ് ജീവനക്കാർ പറയുന്നു. സ്ത്രീകൾ ഉൾപ്പെടുന്ന സംഘമാണ് ഇതിന് പിന്നിലെന്നാണ് സംശയം. ന്യൂസ് 18 പെരുമ്പാവൂർ. ലഹരി മാഫിയെ തൂത്തെറിയാൻ ലക്ഷ്യമിട്ട് സർക്കാർ ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാനുമായി പോലീസ് അതിശക്തമായി മുന്നോട്ട് പോവുകയാണ്. നൈജീരിയക്കാരനും ഒരു വനിതയും അടക്കം 2 പേരെ ഡൽഹി, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നും പോലീസ് പിടികൂടി. വിവിധ ജില്ലകളിൽ റെയ്ഡുകളും അറസ്റ്റും തുടരുകയാണ്. ലഹരി മരുന്ന് ശൃംഖലയുടെ വേരറക്കാനുള്ള നടപടികൾ തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ലഹരി മരുന്നുകളുടെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമം നടക്കുകയാണെന്നും സംശയമുനയിലുള്ളവരെ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ടെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. സ്കൂളുകൾക്ക് മുമ്പിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളെ ചുറ്റിപ്പറ്റി വ്യാപാരം നടത്താനാണ് അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ള സംഘങ്ങളുടെ ശ്രമം. 60 ലക്ഷം രൂപയുടെ മയക്കുമരുന്ന് ഓപ്പറേഷൻ തൂഫാൻ വഴി കണ്ടെടുത്തു. 2 അന്താരാഷ്ട്ര സംഘാംഗങ്ങളെ പിടികൂടി. 16 അംഗങ്ങളുള്ള ഒരു കേസിൽ നൈജീരിയൻ പൗരൻ സാമുവലിനെ ഡൽഹിയിൽ നിന്നാണ് പിടികൂടിയത്. പത്തനംതിട്ടയിലെ ഒരു കേസിൽ എൽസീന എന്ന വിദേശ വനിതയെ ബംഗളൂരുവിൽ നിന്ന് പിടികൂടി. തൂഫാൻ വിജിലൻസ് എന്ന സംവിധാനം രൂപീകരിച്ചിട്ടുണ്ടെന്നും രഹസ്യവിവരങ്ങൾ ആർക്കും പോലീസിന് കൈമാറാമെന്നും രമേശ് ചെന്നിത്തല അറിയിച്ചു. 16 അംഗങ്ങളുള്ള 4 ടീമുകൾ രൂപീകരിക്കുകയും ഈ ടീമുകൾ പകലും രാത്രിയിലും നിരന്തരമായ അന്വേഷണങ്ങൾ നടത്തി നിരോധിത മയക്കുമരുന്നുകളുടെ ഉറവിടങ്ങൾ കണ്ടെത്തി അത് നശിപ്പിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതുതായി രൂപീകരിച്ച ടീം വളരെ ഊർജ്ജസ്വലമായ നിലയിൽ അവരുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ജനങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ വിവരങ്ങളും പോലീസിനെ കൃത്യമായി അറിയിക്കണം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി റെയ്ഡുകളും അറസ്റ്റും തുടരുകയാണ്. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന സ്കൂൾ ബസ് ഡ്രൈവർ ഇരിങ്ങാലക്കുടയിൽ പിടിയിലായി. കോണത്തുകുന്ന് കുഞ്ചപ്പറമ്പ് സ്വദേശി സുധീഷാണ് അറസ്റ്റിലായത്. ഇയാൾ മുകുന്ദപുരം പബ്ലിക് സ്കൂളിലെ ബസ് ഡ്രൈവറാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള റൂറൽ ഡാൻസ് ഓഫ് സംഘവും ഇരിങ്ങാലക്കുട പോലീസും സംയുക്തമായാണ് റെയ്ഡ് നടത്തിയത്. തൃശൂർ ഒല്ലൂരിൽ കാർ വർക്ക്ഷോപ്പിന്റെ മറവിൽ ലഹരി കച്ചവടം നടത്തിയ 5 പേരും പിടിയിലായിട്ടുണ്ട്. 1.27 ഗ്രാം MDMA, ഡിജിറ്റൽ ത്രാസ്, സിപ്ലോ കവറുകൾ, 30,000 രൂപ, പെപ്പർ സ്പ്രേ, ആയുധങ്ങൾ എന്നിവയും വർക്ക്ഷോപ്പിൽ നിന്ന് പിടിച്ചെടുത്തു. തൃശൂർ റൂറലിൽ മാത്രം 73 കേസുകളിലായി 31 പ്രതികൾ റിമാൻഡിലായിട്ടുണ്ട്. ആളൂർ, വരന്തരപ്പള്ളി, കൊരട്ടി, മാള, വെള്ളിക്കുളങ്ങര, ചാലക്കുടി, അന്തിക്കാട്, വാടാനപ്പള്ളി എന്നിവിടങ്ങളിലാണ് അറസ്റ്റ്. മലപ്പുറം പാണ്ടിക്കാട് മുടിക്കോട് പാലത്തിന് സമീപം MDMAയുമായി 2 യുവാക്കൾ പിടിയിലായി. നെല്ലിക്കുത്ത് മുക്കം സ്വദേശികളായ ജാബിർ, മുഹമ്മദ് റിയാസ് എന്നിവരാണ് പിടിയിലായത്. യുവാക്കൾക്ക് ലഹരി എത്തിച്ചു നൽകിയ മാഫിയ സംഘത്തെക്കുറിച്ച് അന്വേഷണം നടക്കുന്നതായി പോലീസ് അറിയിച്ചു. കോഴിക്കോട് നടത്തിയ തെരച്ചിലിൽ MDMAയുമായി 2 പേർ പിടിയിലായി. അരക്കിണർ ഭാഗത്ത് കാറിൽ കടത്തുകയായിരുന്ന 50.99 ഗ്രാം MDMAയുമായാണ് കോഴിക്കോട് മുഖദാർ നൈനാംവളപ്പിൽ MD അബ്ബാസ്, പള്ളിക്കണ്ടി ചെമ്മീൻകുഴിക്കൽ പറമ്പിൽ SP സക്കീർ എന്നിവർ പിടിയിലായത്. ബംഗളൂരുവിൽ നിന്നാണ് ഇവർ ലഹരി കടത്തിയത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വയനാട്ടിൽ 19 പേർക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് നിരോധിത പാൻ മസാലകൾ, കഞ്ചാവ്, കഞ്ചാവ് ബീഡികൾ, ഹാഷ് ഓയിൽ തുടങ്ങിയവയാണ് പിടിച്ചെടുത്തത്. സ്കൂൾ പരിസരങ്ങൾ, സിനിമാ തിയേറ്ററുകൾ, മാളുകളുടെ പരിസരങ്ങൾ, ഇടവഴികൾ എന്നിവിടങ്ങളിലെല്ലാം പരിശോധന നടത്തുന്നുണ്ട്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ ബത്തേരിയിലെ ഒരു ഫാൻസി കട, അടച്ചിട്ടിരിക്കുന്ന ഫാമിലി ക്വാർട്ടേഴ്സ് എന്നിവിടങ്ങളിൽ നിന്നും ഒരു സ്ത്രീയുടെ പേരിലുള്ള സ്കൂട്ടറിൽ നിന്നും നിരോധിത പുകയിലോൽപ്പന്നങ്ങളായ ഹാൻസ്, കൂൾ ലിപ്സ് തുടങ്ങിയവ പിടിച്ചെടുത്തു. റിസോർട്ടുകളും ഹോം സ്റ്റേകളും കേന്ദ്രീകരിച്ചും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കോഴിക്കോട് സ്വദേശി രാജുവും പാലക്കാട് സ്വദേശി മോഹനനും വയനാട്ടുകാരൻ അഷ്റഫ് അലിയും ഉറ്റ ചങ്ങാതിമാരാണ്. ഒരിക്കൽ ജയിലിൽ വെച്ച് പരിചയപ്പെട്ട സൗഹൃദം. 3 പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണെങ്കിലും ഇടയ്ക്ക് അവർ ഒത്തുകൂടും. അത് മോഷണത്തിന് വേണ്ടിയാണ്. സ്വർണവും പണവും മാത്രമല്ല, കയ്യിൽ കിട്ടുന്നതെല്ലാം കവരുന്നതാണ് രീതി.
കോഴിക്കോട് തിരുവമ്പാടിയിൽ മലഞ്ചരക്ക് കടയിൽ മോഷണം നടത്തിയ കേസിൽ 3 പേരും പോലീസിന്റെ പിടിയിലായി. കേസിൽ അറസ്റ്റിലായ മോഹനൻ മാവൂരിൽ മോഷണത്തിനിടെ കൊലപാതകം നടത്തിയ കേസിലും പ്രതിയാണ്. കഴിഞ്ഞ മാസം 23-ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു മോഷണം. തിരുവമ്പാടി പുല്ലൂരാംപാറയിലെ മലഞ്ചരക്ക് കടയിൽ നിന്നും 1.5 ലക്ഷം രൂപ വില വരുന്ന കൊട്ടടയ്ക്ക, കാപ്പിക്കുരു, ജാതിക്ക, ജാതിപത്രി എന്നിവയാണ് മോഷ്ടിച്ചത്. സംഭവത്തിൽ കൂടരഞ്ഞി സ്വദേശി രാജു, പാലക്കാട് മണ്ണാർക്കാട് സ്വദേശി മോഹനൻ, വയനാട് സ്വദേശി അഷ്റഫ് അലി എന്നിവരെയാണ് തിരുവമ്പാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിലെ മുഖ്യപ്രതികളായ രാജു, മോഹൻ എന്നിവരെയാണ് ആദ്യം പിടിച്ചത്. റിമാൻഡിലായ ഇവരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തതോടെയാണ് 3-ാം പ്രതി വയനാട് അമ്പലവയൽ സ്വദേശി അഷ്റഫ് അലിയെക്കുറിച്ച് വിവരം ലഭിക്കുന്നത്. മോഷ്ടിച്ച സാധനങ്ങൾ ഗുഡ്സ് ഓട്ടോയിൽ കടത്താൻ സഹായിച്ചത് ഇയാളായിരുന്നു. തുടർന്ന് തിരുവമ്പാടി പോലീസ് വയനാട്ടിലെത്തി അഷ്റഫ് അലിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 3 പേരും നിലവിൽ റിമാൻഡിലാണ്. 2-ാം പ്രതി മോഹനൻ മാവൂരിൽ മോഷണത്തിനിടെ കൊലപാതകം നടത്തിയ കേസിലും പ്രതിയാണ്. തിരുവമ്പാടി ഇൻസ്പെക്ടർ പ്രശാന്ത് കെ, SI ജെയ്സൺ ദേവസ്യ, CPO സുഭാഷ് മഠത്തിൽ, സുമേഷ്, ഫൈസൽ, സുബീഷ്, സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് 18 മുക്കം. നടിയെ ആക്രമിച്ച കേസിൽ അട്ടിമറി നടന്നുവെന്ന് വിശ്വസിക്കുന്നവരാണ് പല മലയാളികളും. കോടതിയിലിരുന്ന മെമ്മറി കാർഡിൽ പോലും തിരിമറി നടന്നുവെന്ന് അതിജീവിത പലതവണ ആക്ഷേപം ഉന്നയിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോഴും നിയമ പോരാട്ടം നടത്തുന്നത്. മെമ്മറി കാർഡ് പരിശോധിച്ചതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട അതിജീവിത ഹൈക്കോടതിയിൽ ഹർജി നൽകി. മെമ്മറി കാർഡിലെ അട്ടിമറി അന്വേഷിക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണത്തിന് SIT നിയോഗിക്കണമെന്നും വസ്തുതാ പരിശോധനയിലെ കണ്ടെത്തലുകളിലും അന്വേഷണം വേണമെന്നുമാണ് ആവശ്യം. നിയമപോരാട്ടം തുടരാനാണ് അതിജീവിതയുടെ തീരുമാനം. ആക്രമണ ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറ്റിയതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് റദ്ദാക്കണമെന്നും ശരിയായ രീതിയിലുള്ള അന്വേഷണം നടത്തണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. മെമ്മറി കാർഡ് കോപ്പി ചെയ്ത പെൻഡ്രൈവ് അടക്കം ലാബിൽ അയച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കണം. കുറ്റക്കാരെ കണ്ടെത്തണമെന്നും അതിജീവിത ഹർജിയിൽ ആവശ്യപ്പെടുന്നു. അന്വേഷണത്തിന് SIT നിയോഗിക്കണം. സിംഗിൾ ബെഞ്ച് വിധിയിൽ തുടർ നടപടിയെടുത്തില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിജീവിതയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷക വൃന്ദ ഗ്രോവർ കോടതിയിൽ ഹാജരാകും. മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ തന്റെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട സുപ്രധാനമാണെന്ന് ചൂണ്ടിക്കാട്ടിയ അതിജീവിത അവ ഒരു കാരണവശാലും പുറത്തു പോകരുതെന്നും നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ഹാഷ് വാല്യൂ മാറിയ സംഭവത്തിൽ വിചാരണ കോടതി അന്വേഷണം നടത്തുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ റിപ്പോർട്ട് തൃപ്തികരമല്ല എന്നാണ് അതിജീവിതയുടെ വാദം. നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ കാര്യം വിചാരണക്കിടയിലാണ് വ്യക്തമാകുന്നത്. അന്വേഷണ സംഘമടക്കം ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല. പിന്നാലെ വിചാരണ കോടതി നടത്തിയ അന്വേഷണം തൃപ്തികരമല്ലെന്നാണ് അതിജീവിത ഹർജിയിൽ ആരോപിക്കുന്നത്. പീഡന ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന മെമ്മറി കാർഡിൽ 3 തവണയാണ് നിയമവിരുദ്ധ പരിശോധന നടന്നത്. കോടതി ജീവനക്കാരടക്കം ആരോപണ വിധേയരായ സംഭവത്തിൽ പുനരന്വേഷണം നടത്തുന്നതിലൂടെ കുറ്റക്കാരെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് അതിജീവിത. ന്യൂസ് 18 കൊച്ചി. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നിയമ തടസ്സങ്ങൾ നീങ്ങിയതോടെ അന്വേഷണം ശക്തമാക്കാനൊരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ അനുമതി നൽകിയതോടെ ഉടൻ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന. കേസിൽ ഉൾപ്പെട്ടവരെ ചോദ്യം ചെയ്യുന്ന നടപടികളെക്കുറിച്ചും തെളിവ് ശേഖരണത്തെക്കുറിച്ചും ED വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഇതോടൊപ്പം കൂടുതൽ അന്വേഷണ ഏജൻസികൾ സാമ്പത്തിക ഇടപാട് കേസ് അന്വേഷിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. വീണയുടെ എക്സാലോജിക് സൊല്യൂഷനുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലെ ED അന്വേഷണം റദ്ദാക്കണമെന്ന CMRLന്റെ ആവശ്യം ഡിവിഷൻ ബെഞ്ച് തള്ളി. അന്വേഷണവുമായി EDക്ക് മുന്നോട്ടു പോകാമെന്ന സിംഗിൾ ബെഞ്ച് വിധി ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു. സിംഗിൾ ബെഞ്ചിന്റെ വിധിയിൽ ഇടപെടാനാകില്ലെന്ന് നിരീക്ഷിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി.
കള്ളപ്പണ ഇടപാട് തടയുന്ന നിയമത്തിലെ 5(2) വകുപ്പുകൾ അനുസരിച്ച് സിവിൽ നടപടികൾക്ക് വിലക്കില്ല. സ്വത്ത് കണ്ടുകെട്ടലും അതിനുള്ള അന്വേഷണവും ഇഡിക്ക് നടത്താം. ഇതിന് കള്ളപ്പണ ഇടപാടിലേക്ക് നയിക്കുന്ന കുറ്റകൃത്യം ആവശ്യമില്ലെന്നുമാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുന്നതിനായി 2 ആഴ്ചക്കാലത്തേക്ക് ഇഡിയുടെ തുടർ നടപടികൾ തടയണമെന്ന CMRLന്റെ ആവശ്യവും ഡിവിഷൻ ബെഞ്ച് തള്ളി. ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ CMRL ഉടൻ സുപ്രീം കോടതിയെ സമീപിക്കും. ന്യൂസ് 18 കൊച്ചി. മാസപ്പടി കേസിലെ ആരോപണ വിധേയരുടെ ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളാണിത്. അവർ സ്വന്തം വീട്ടിലാണെങ്കിലും ഏതു സമയവും ഇഡിയുടെ ചോദ്യമുനയിലേക്ക് വരാം. അതിനിടെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് പരിശോധനയ്ക്കെത്തിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളുടെ കാര്യമാണ് കഷ്ടം. നേതാവിൻ്റെ മകളെ സംരക്ഷിക്കാൻ ഇറങ്ങിയവർ ഇപ്പോൾ അഴി എണ്ണുകയാണ്. ഇഡി ഉദ്യോഗസ്ഥനെ ആക്രമിച്ച കേസിലെ പ്രതികളെ പോലീസ് തെളിവെടുപ്പിനെത്തിച്ചു. കസ്റ്റഡിയിൽ വാങ്ങിയ ജിതിൻ രാജ്, മനോജ്, ജീവൻ, ഷാഹിൻ, ശ്രീജിത്ത് എന്നിവരെയാണ് ആക്രമണം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പിന് കൊണ്ടുവന്നത്. കേസിൽ 25 പേരാണ് ഇതുവരെയും പിടിയിലായിട്ടുള്ളത്. പിണറായി വിജയന്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വസതിയിൽ മെയ് 27-നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 8 മണിക്കൂറോളം നീണ്ട പരിശോധന നടത്തിയത്. പിണറായിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനിയും CMRLും തമ്മിലുള്ള മാസപ്പടി ഇടപാടുകളിലെ കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു നടപടി. മാസപ്പടി കേസിലെ ഇഡി അന്വേഷണത്തിന് നിയമപരമായ തടസ്സങ്ങൾ ഹൈക്കോടതി നീക്കിയതിന് തൊട്ടുപിന്നാലെയായിരുന്നു റെയ്ഡ്. റെയ്ഡ് കഴിഞ്ഞ് ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങിയപ്പോഴാണ് CPM DYFI പ്രവർത്തകർ ആക്രമണം നടത്തിയത്. കസ്റ്റഡിയിൽ വാങ്ങിയ ജിതിൻ രാജ്, മനോജ്, ജീവൻ, ഷാഹിൻ, ശ്രീജിത്ത് എന്നീ 5 പ്രതികളെയാണ് തെളിവെടുപ്പിനെത്തിച്ചത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോടെയായിരുന്നു തെളിവെടുപ്പ്. ആക്രമണത്തെക്കുറിച്ച് പോലീസ് പ്രതികളോട് വിശദമായി ചോദിച്ചറിഞ്ഞു. ശനിയാഴ്ച വൈകുന്നേരം വരെയാണ് ഇവരുടെ കസ്റ്റഡി കാലാവധി. കേസിൽ റിമാൻഡിലുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു. പുറത്തുവിട്ടാൽ പ്രതികൾ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു നടപടി. സംഭവത്തിൽ മൊത്തം 300 പേർക്കെതിരെയാണ് പോലീസ് നടപടി. ഇനിയും പിടിയിലാകാനുള്ള മറ്റുള്ളവർക്കായി തെരച്ചിൽ തുടരുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. ഒരു അധ്യയന വർഷം തുടങ്ങുന്നതിന് മുൻപ് സാധാരണ സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധിക്കാറുണ്ട്. വാഹനം കാലപ്പഴക്കം ചെന്നതല്ലെന്നും കുട്ടികളുടെ യാത്ര സുരക്ഷിതമാണെന്നും ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം സ്കൂൾ അധികൃതർക്കുണ്ട്. എന്നാൽ പാലക്കാട് മണ്ണാർക്കാട് ഓടിക്കൊണ്ടിരിക്കെ സ്കൂൾ ബസ്സിൻ്റെ ഡോർ തെറിച്ചു വീണ സംഭവം ആരുടെ വീഴ്ചയാണ്? ദേശബന്ധു സ്കൂളിലെ ബസ്സിന് ഫിറ്റ്നസ് ഇല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പിൻ്റെ കണ്ടെത്തൽ. സംഭവത്തിൽ ഡ്രൈവറുടെ ലൈസൻസ് താൽക്കാലികമായി റദ്ദാക്കാനും കർശന നടപടി സ്വീകരിക്കാനുമാണ് തീരുമാനം. കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് മണ്ണാറക്കാട് തച്ചമ്പാറ ദേശബന്ധു സ്കൂളിലെ ബസിന്റെ ഡോർ ഓടിക്കൊണ്ടിരിക്കെ തെറിച്ചു വീണത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് കുട്ടികൾ രക്ഷപ്പെട്ടത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതോടെയാണ് നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്തെത്തിയത്. സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ സുരക്ഷാ വീഴ്ചകൾ കണ്ടെത്തിയതിനെ തുടർന്ന് 8ഓളം വാഹനങ്ങൾക്കെതിരെ കേസെടുത്തതായും 29,500 രൂപ പിഴ ചുമത്തിയതായും മണ്ണാറക്കാട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അറിയിച്ചു. സംഭവത്തെ തുടർന്ന് പാലക്കാട് RTO CU മുജീബിന്റെ നിർദ്ദേശപ്രകാരം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്കൂളിലെത്തിയെങ്കിലും വാതിൽ തകർന്ന ബസ് അവിടെ ഉണ്ടായിരുന്നില്ല. മാർച്ചിൽ ഫിറ്റ്നസ് പരിശോധന കഴിഞ്ഞ വാഹനമായിരുന്നു അത്. സ്കൂളിലെ മറ്റു വാഹനങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് 8 വാഹനങ്ങൾക്ക് ഫിറ്റ്നസ്, പെർമിറ്റ്, ഇൻഷുറൻസ് എന്നിവ ഇല്ലാത്തത് കണ്ടെത്തിയത്. സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന കഴിഞ്ഞ് 2 ആഴ്ച തികയും മുൻപാണ് ഇത്തരമൊരു അപകടം സംഭവിച്ചത്. ഇത് പരിശോധനാ സംവിധാനത്തിന്റെ വിശ്വസ്തതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. നിയമപരമായ പെർമിറ്റ്, ഇൻഷുറൻസ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നിവ ഇല്ലാതെയാണ് പല സ്കൂൾ ബസ്സുകളും സർവീസ് നടത്തുന്നതെന്ന് MBD കണ്ടെത്തിയിട്ടുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. തൃശൂർ വിയ്യൂർ ജയിലിലെ റിമാൻഡ് പ്രതി രേഷ് ബാബുവിന്റെ മരണത്തിൽ ജയിൽ മേധാവിയോട് അന്വേഷണ റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ.
പോലീസിലെ കൂട്ടസ്ഥലമാറ്റത്തിൽ തിരിച്ചടി. കൊല്ലം ജില്ലയിൽ സ്ഥലം മാറ്റിയ ഉദ്യോഗസ്ഥരെ തിരികെ നിയമിച്ച റൂറൽ SP. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവ് പ്രകാരമാണ് നടപടി. വടകരയിലെ കാഫർ സ്ക്രീൻഷോട്ട് കേസിൽ നടപടികൾ വേഗത്തിലാക്കാൻ SIT. റെഡ് എൻകൗണ്ടർ ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്ത DYFI നേതാവ് റിബേഷ് രാമകൃഷ്ണൻ അടക്കമുള്ളവരുടെ ചോദ്യം ചെയ്യൽ ഉടനുണ്ടാകും. ജീവിതത്തിൽ ഓരോ ദിവസവും പല വെല്ലുവിളികളും പ്രതിസന്ധികളും അതിജീവിച്ചാണല്ലേ നമ്മൾ മുന്നോട്ട് പോകുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബ കലഹം, തൊഴിലിടത്തെ സമ്മർദ്ദങ്ങൾ. ചില സമയങ്ങളിൽ മനസ്സ് തകർന്നു പോകാറുണ്ടല്ലേ. ചില ഘട്ടങ്ങളിൽ പ്രിയപ്പെട്ടവർ അകന്നു പോകാം, ഏറെ വിശ്വസിച്ചവർ പോലും ചതിക്കാം. ആ സമയം മനസ്സൊന്ന് പതറിയാൽ സ്വന്തം ജീവിതം പോലും ഇല്ലാതാകും. ഇവിടെ ഒരു കാര്യം ഓർക്കണം കേട്ടോ, വെല്ലുവിളികളെ തളരാതെ നേരിടാനും പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ടെത്താനും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാനുമുള്ള മാനസികാവസ്ഥയാണ് നമുക്ക് വേണ്ടത്. ജീവിതത്തിലെല്ലാം ശരിയായതുകൊണ്ടല്ല ആരും സന്തോഷിക്കുന്നത്, സന്തോഷത്തോടെ ഇരിക്കാൻ അവർ തീരുമാനിച്ചതുകൊണ്ടാണ്. നമ്മുടെ മനസ്സാണ് നമ്മുടെ സന്തോഷത്തെയും ദുഃഖത്തെയും നിയന്ത്രിക്കുന്നത്. സന്തോഷം പുറത്തല്ല, നമ്മുടെ ഉള്ളിലാണ് ഉണ്ടാകേണ്ടത്. അപ്പോൾ പോസിറ്റീവായി ചിന്തിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക. പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.